ഇഎംഐ മുടങ്ങിയാൽ ഇനി ഏജന്റ് പ്രശ്നമുണ്ടാക്കില്ല. വായ്പാ തിരിച്ചടവ് ചട്ടങ്ങളുമായി ആർബിഐ. ന്യൂഡൽഹി. വായ്പാ തിരിച്ചടവ് വൈകുന്നതിന്റെ പേരിൽ ഉപഭോക്താക്കളെ ബാങ്കുകൾ ഉപദ്രവിക്കുന്നത് തടയാനും റിക്കവറി ഏജന്റുമാർ ഇടപാടുകാരന്റെ വീട്ടിലെത്തി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കും അപമര്യാദയ്ക്കും തടയിടാന് ആർബിഐ. ഇഎംഐ മുടങ്ങുമ്പോൾ ലോണിൽ എടുത്ത മൊബൈൽ ഫോണുകൾ തെറ്റായ രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്നത് തടയുന്നതിനും ചട്ടങ്ങളുണ്ടാക്കി. മെയ് 20 പുറത്തിറക്കിയ പുതുക്കിയ കരട് നിർദ്ദേശങ്ങൾ വായ്പ എടുത്തവരുടെ സംരക്ഷണം, സുതാര്യത, ബാങ്കുകളുടെ ഉത്തരവാദിത്വം എന്നിവയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. മൊബൈൽ ഫോണുകൾ ബ്ലോക്കാക്കി വയ്ക്കുന്നത് തടയുന്നതിനുമാണ് നിയമം. കളക്ഷൻ റിക്കവറി ഏജന്റുമാരുടെയും ബാങ്ക് ഉദ്യോഗസ്ഥരുടെയും പെരുമാറ്റച്ചട്ടങ്ങളിലും ശുപാർശയുണ്ട്. റിക്കവറി ഏജന്റുമാർക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് ആൻഡ് ഹാൻഡിൽ നിന്നുള്ള നിർബന്ധിത സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ബാങ്കുകൾ തങ്ങളുടെ പാനലിലുള്ള റിക്കവറി ഏജൻസികളുടെ വിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റുകളിലും മൊബൈൽ ആപ്ലിക്കേഷനുകളിലും പരസ്യമായി പ്രസിദ്ധീകരിക്കണം. ഈ കരാർ ചട്ടക്കൂട് അനുസരിച്ച് അന്യായമോ അനുചിതമോ ആയ റിക്കവറി നടപടികൾ കാരണം ഉപഭോക്താക്കൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ബാങ്കുകൾ അവർക്ക് നഷ്ടപരിഹാരം നൽകേണ്ടിവരും. റിക്കവറി ഏജന്റുമാർക്ക് രാവിലെ 8 മണിക്കും വൈകിട്ട് 7 മണിക്കും ഇടയിൽ മാത്രമേ വായ്പക്കാരെ ബന്ധപ്പെടാന് അനുവാദമുള്ളൂ. സന്ദർശന വേളയിൽ അവരുടെ തിരിച്ചറിയൽ കാർഡും കൈവശം കരുതണം. ഇഎംഐ മുടങ്ങുമ്പോൾ ലോണിൽ എടുത്ത മൊബൈൽ ഫോണുകൾ തെറ്റായ രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്നത് തടയുന്നതിനും ചട്ടങ്ങളുണ്ടാക്കി. റിക്കവറി ഏജന്റുമാർക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് ആൻഡ് ഹാൻഡിൽ നിന്നുള്ള നിർബന്ധിത സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ബാങ്കുകൾ തങ്ങളുടെ പാനലിലുള്ള റിക്കവറി ഏജൻസികളുടെ വിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റുകളിലും മൊബൈൽ ആപ്ലിക്കേഷനുകളിലും പരസ്യമായി പ്രസിദ്ധീകരിക്കണം. ഈ കരാർ ചട്ടക്കൂട് അനുസരിച്ച് അന്യായമോ അനുചിതമോ ആയ റിക്കവറി നടപടികൾ കാരണം ഉപഭോക്താക്കൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ബാങ്കുകൾ അവർക്ക് നഷ്ടപരിഹാരം നൽകേണ്ടിവരും. റിക്കവറി ഏജന്റുമാർക്ക് രാവിലെ 8 മണിക്കും വൈകിട്ട് 7 മണിക്കും ഇടയിൽ മാത്രമേ വായ്പക്കാരെ ബന്ധപ്പെടാന് അനുവാദമുള്ളൂ. സന്ദർശന വേളയിൽ അവരുടെ തിരിച്ചറിയൽ കാർഡും കൈവശം കരുതണം. ഒരു ലോണ് തിരിച്ചടവ് 90 ദിവസത്തിലധികം മുടങ്ങേണ്ടി വന്നാൽ മാത്രമേ ബാങ്കുകൾക്ക് മൊബൈൽ ഫോണ് പോലുള്ള ഉപകരണങ്ങൾ പ്രവർത്തനരഹിതമാക്കാൻ കഴിയൂ.